ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തുമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. തുമ്പ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിക്കാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൂര്യകാന്തി പാടം കാണാനാണ് ഞങ്ങളും എത്തിയത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ വൈകുന്നേരമാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി നല്ല തിരക്ക് കാരണം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ല ഇന്ന്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ അകഭാഗമാണ് കേട്ടോ. അതിനകത്തുള്ള പറമ്പിലാണ് നമ്മുടെ ഈ ഒരു എക്സ്പോ നടക്കുന്നത്. നമ്മുടെ ആരവം 2025 എന്ന് പറയുന്ന ഒരു എക്സ്പോ നടക്കുന്നത്. അപ്പോൾ വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു അറിവ് കൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ ഓടിയെത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് റീലുകൾ കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ കയറുന്നതിന് ടിക്കറ്റ് ഉണ്ട്. മുതിർന്നവർക്ക് 40 രൂപയും കൊച്ചു കുട്ടികൾക്ക് 20 രൂപയും. 6 വയസ്സിനകത്തുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റ് ഫ്രീ ആണ്. പിന്നെ ബ്ലൈൻഡ്സ് നമുക്ക് വരികയാണെങ്കിൽ അവർക്കൊന്നും ടിക്കറ്റ് ഇല്ല. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 10 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ ആൾക്കാർക്കും 40 രൂപ തന്നെയാണ് കേട്ടോ. ഫുൾ ടിക്കറ്റ് തന്നെയാണ് വരുന്നത്. നമ്മൾ അകത്തുനിന്ന് കയറുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ സുജിത്ത് ചേട്ടൻ്റെ നമ്മുടെ 2020 മികച്ച കർഷകനുള്ള ഹരിത മിശ്ര അവാർഡ് നേടിയ നമ്മുടെ സുജിത്ത് ചേട്ടൻ്റെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചേട്ടനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിനും മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് തന്നെ SV സുജിത്ത് എന്ന് പറയുന്ന ഈ ചേട്ടനാണ് കേട്ടോ. ഏകദേശം 5 ഏക്കറോളമുള്ള ഒരു കൃഷിയിടമാണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം നമ്മുടെ സൂര്യകാന്തി മാത്രമല്ല, അല്ലാത്ത എല്ലാ കൃഷികളും നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. പൂക്കളായിട്ട് ചെണ്ടുമല്ലി, ജമന്തി, വാടാമുല്ല, അതുകൂടാതെ തന്നെ പച്ചമുളക്, തണ്ണിമത്തൻ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഈ കൃഷിയിടത്തിലുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളാണ്, നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന കുറേ കാഴ്ചകളാണ് കേട്ടോ നമുക്ക് തരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ രാവിലെ വരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ വരാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ പറയുന്നത് സെപ്റ്റംബർ 14 വരെയാണ് കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലെ ആയിരിക്കും ഇത്തുകൂടെ നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. വൈകുന്നേരം ആയപ്പോൾ ചെടികളുടെ ആ ഒരു വെയിൽ കാരണമായിരിക്കും സൂര്യകാന്തിയുടെയൊക്കെ ആ ഒരു നമ്മുടെ കിട്ടുന്ന ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതങ്ങ് മാറും. നമ്മൾ വൈകുന്നേര സമയമാകുമ്പോഴത്തേക്ക്, അസ്തമയ സമയമാകുമ്പോഴത്തേക്ക് അത് അതിൻ്റെതായ ഒരു വിഷയം നമുക്ക് എല്ലാ ചെടികളും ഉറങ്ങി നിൽക്കും കണക്കാണ് നിൽക്കുന്നത് കേട്ടോ. അത് ചൂട് കൊണ്ടായിരിക്കും. അവർ വെള്ളം സൗകര്യം എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അതുമാത്രമല്ല തിരക്കും എല്ലാം കൊണ്ടായിരിക്കും കേട്ടോ ഒരു വല്ലാതെ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്കകത്തൊക്കെ നമ്മൾ എത്തുകയാണെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും. വളരെ ഒരു കളർഫുൾ ഇത് തന്നെയാണ് കേട്ടോ. എന്താണ് പറയുക, നമ്മുടെ ഒരു മനസ്സിന് കുളിർമ തരുന്ന, മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന ഒരു പാടം തന്നെയാണ് കേട്ടോ ഇത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സിറ്റിയിലൊക്കെ ഉള്ള ഒരു ഓണത്തിരക്കുണ്ട്. അതിന് കൂടാതെ അതെ ആ തിരക്ക് ഇങ്ങോട്ടും നമ്മളിവിടെ കണ്ടായിരുന്നു. ഇവിടെയും വളരെ നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പാർക്കിംഗ് സൗകര്യം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എല്ലാം നിറഞ്ഞ് പാർക്കിംഗ് സൗകര്യമൊക്കെ നിറഞ്ഞ് നമ്മൾ വാഹനമൊക്കെ പുറത്താണ് ഇട്ടിട്ട് വന്നത് കേട്ടോ. മുമ്പ് നമുക്ക് നമ്മുടെ സൂര്യകാന്തി പൂക്കളൊക്കെ കാണണമെങ്കിൽ സുന്ദരപാണ്ഡ്യപുരത്തൊക്കെ പോകണമായിരുന്നു. ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് കാണാം. നമ്മുടെ സ്വന്തം നാട്ടിലും ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ മാക്സിമം ഇത് എല്ലാവരും ഉപയോഗിക്കണം കേട്ടോ. വരാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് കാണണം, കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കണം. ഇതൊക്കെ നമുക്ക് ഒന്ന് തൊട്ടൊക്കെ നോക്കാം, പക്ഷെ ഇതൊന്നും പറിക്കാൻ പാടില്ല. പിന്നെ വീഡിയോസ് എടുക്കാം, റീൽസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം. പക്ഷെ തിരക്ക് കാരണം കുറേയൊക്കെ നമുക്ക് ഇതൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മൾ മാക്സിമം സാൾ ഒഴിഞ്ഞ സമയത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, നമുക്ക് വേണ്ട കുറച്ച് റീൽസ് എടുത്തു, പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അതെ, വീഡിയോ എടുത്തു, ഫോട്ടോസ് എടുത്തു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് റീൽസും ഫോട്ടോസും അതുകൂടാതെ തന്നെ ഒരുപാട് ഒരുപാട് പോസുകളിലൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പകർത്തിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു തേനീച്ച അതിൻ്റെ ആ തുമ്പി അതിൻ്റെ തേൻ കുടിക്കുന്നത്. അത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലേ കിട്ടത്തുള്ളൂ. മീനൂട്ടിയെ കൊണ്ട് നമ്മളും എടുത്തു ഒരു വീഡിയോ അല്ലേ. അതെ, പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ വെയിലുണ്ട്, ചൂടാണ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കാറ്റാണ് കേട്ടോ. അത് കടൽക്കാറ്റ് അടിക്കുമല്ലോ. ഇത് നമ്മുടെ മണൽ തരികളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ കൃഷികളെല്ലാം ചെയ്തിരിക്കുന്നത്. മരുഭൂമിയിൽ എങ്ങനെ ഒരു കർഷകൻ എങ്ങനെ പൊന്ന് വിളയിക്കാം എന്നുള്ളതിൻ്റെ ഒരുപാട് കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ നമുക്ക് കർഷകന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചപ്പാടുകൾ നമ്മുടെ SV സുജിത്ത് എന്ന് പറയുന്ന സുജിത്ത് ചേട്ടൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കർഷകർ ഈ സുജിത്ത് ചേട്ടനെ കണ്ടുപഠിക്കണം, അല്ലെങ്കിൽ സുജിത്ത് ചേട്ടൻ്റെ അടുത്ത് വന്ന്
കേട്ട് പഠിക്കണം, ഇങ്ങനെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് മുമ്പും ഇതുപോലുള്ള സൂര്യകാന്തി പടമൊക്കെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നല്ല വിപുലമായ രീതിയിൽ. അതെ, ഈ കൊല്ലമാണ് വളരെ വിപുലമായ രീതിയിൽ നമ്മൾക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സൂര്യകാന്തി പാഠം എന്നുള്ളതിലുപരി പുഷ്പമേള തന്നെയാണ്. നമ്മുടെ ആരവൻ 2025 എന്നുള്ള പേരിൽ പുഷ്പമേള തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൂടാതെ മറ്റുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഒന്നും പറയാൻ കഴിയാത്ത രീതിയിലുള്ള സന്തോഷമാണ് കേട്ടോ. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കുക. സെപ്റ്റംബർ 14 വരെ ഇവിടെ ഈ നടക്കുന്ന ഈ മേള നിങ്ങൾ വന്ന് ഉറപ്പായിട്ടും ഈ എക്സ്പോ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കുക. മക്കളെയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് കാണിക്കാം കേട്ടോ. അവർക്ക് കൂടി ഒരു അവസരമാണ് ഇതൊക്കെ സൂര്യകാന്തി പാടം കാണുന്നത്. നമുക്ക് നമ്മുടെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല, അതിൽ എല്ലാ സമയത്തും കിട്ടുന്ന ഒരു അവസരമല്ല. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കുക. അപ്പം നമ്മുടെ തൊട്ടടുത്ത് നമ്മളിപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഇതിലാണ് കേട്ടോ നമ്മുടെ മക്കളും നമ്മളെല്ലാവരും കൂടെയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളല്ലെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ സൂര്യകാന്തി പാടം നമ്മൾ കാണാൻ ഒരു സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന തമിഴ്നാടുള്ള അകലെ തമിഴ്നാടെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മൾ പോകേണ്ടി വരും. ഇത് നോക്കി നമ്മുടെ കേരളത്തിനകത്ത് ഇവിടെ തന്നെ ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കാണാം. നമ്മുടെ മലയാളികൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അത് ഉറപ്പായിട്ടും നമ്മൾ കണ്ടിരിക്കണം. അങ്ങോളം ഇങ്ങോളം അല്ല, ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരെ വന്ന് കാണുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോഴത് അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ നെൽപ്പാടം തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ നെൽപ്പാടം കേട്ടോ. നമ്മുടെ കേരളത്തിന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് കേട്ടോ നെൽപ്പാടം എന്ന് പറയുന്നത്. അപ്പോൾ ആ നെൽപ്പാടവും നമ്മുടെ സുജിത്ത് ചേട്ടൻ നമുക്കായിട്ട് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ നെൽപ്പാടം കൂടാതെ തന്നെ മറ്റൊരുപാട് നമ്മുടെ കൃഷികൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അതെ, അങ്ങനെ കത്തിരി, പയർ, അങ്ങനെയുള്ള നാടൻ കൃഷികൾ അങ്ങോട്ട് നമുക്ക് നോ എൻട്രി ചെയ്യണം, അങ്ങോട്ട് കിടക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ മറ്റുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. അപ്പോൾ നമ്മളും ഇവിടെ നിന്ന് നമ്മുടെ ആ പച്ചപ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തതാണ്. അപ്പോൾ കുട വന്ന് എന്നെയായിട്ട് കുത്തുന്നു, അങ്ങനെ ഞാൻ ഒന്ന് മാറ്റി വെച്ചാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടു ഗൈസ് ജലചക്രം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നാലേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. മീനൂട്ടിക്കും ഒന്ന് ചവിട്ടിക്കറക്കണമെന്ന് പറഞ്ഞു. മീനൂട്ടിയും ചവിട്ടിക്കറക്കി, എല്ലാവരും ചവിട്ടിക്കറക്കുകയാണ്. അവിടെ നമ്മൾ ഇറങ്ങി പോവുകയാണ് കേട്ടോ. അതെ, കർഷകർക്ക് ഇവിടുത്തെ ചേട്ടന് റെസ്റ്റ് ചെയ്യാനും അതുപോലുള്ള പമ്പ് ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ 2-3 ചെറിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഈ പറമ്പിൽ ഇത് പമ്പ് ഹൗസാണ്. അപ്പോൾ അത് കൂടാതെ അപ്പുറത്ത് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം, കർഷകർക്കായിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് കൂടാതെ നിങ്ങളിതാ ഈ കാണുന്നതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോതമ്പ്, ചോളം, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാട് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെറൈറ്റി ആയിട്ട് ഈ തെങ്ങും തോപ്പിനിടയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഞങ്ങൾ പറഞ്ഞുതരാം. ഇത് എന്ന് പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് നോക്കി, പോപ്കോണിൻ്റെ ഒരു കൃഷി ഇതിനകത്തോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾ അതിനകത്തൂടെ മുൻവശത്തോട്ട് പോകുമ്പോഴത്തേക്ക് ആ തെങ്ങിൻ പുരയിടത്തിൻ്റെ ഇടയിലായിട്ടും കുറച്ചൊക്കെ ജമന്തിപ്പാടം ചെയ്തായിരുന്നു. അതിൻ്റെ വലത് സൈഡും ഇടത് സൈഡും ജമന്തിപ്പാടം കൊണ്ട് നിറഞ്ഞിരിക്കാനാണ്. ജമന്തി അല്ല, ബന്ദിപ്പാടം, നമ്മുടെ ചെണ്ടുമല്ലി അല്ലാതെ പിന്നെ നിങ്ങൾ അത് മാത്രമല്ല ഗൈസ്, നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കും. ഇതാണ് നമ്മുടെ കറക്റ്റ് ജമന്തി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള നല്ല മണമുള്ള പൂക്കൾ അല്ലേ, ജമന്തി പൂക്കൾ. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് അതെ. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പറമ്പാണ് ഗൈസ് തണ്ണിമത്തൻ, ഒറിജിനൽ നാടൻ തണ്ണിമത്തൻ. നമ്മുടെ കേരളത്തിൽ വിരിഞ്ഞ, കേരളത്തിൽ നമുക്കായിട്ട് പിറവിയെടുത്ത നമ്മുടെ തണ്ണിമത്തൻ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് നാടൻ രീതിയിലുള്ള തണ്ണിമത്തൻ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മള് കൊച്ചുകുട്ടികൾക്കായിട്ട് അതിനും ഇവിടെ എല്ലാവരും തിരക്കും തന്നെയായിരുന്നു കേട്ടോ. അതെ, ഞങ്ങളും പിന്നെ നമ്മൾ കുറച്ച് നേരം ഞങ്ങളുടെ കുട്ടികൾക്കായിട്ടും ഊഞ്ഞാലിൻ്റെ അവസരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് നോക്കിയേ, അവരിവിടെ ചെയ്തിരിക്കുന്നതിൻ്റെ നമ്മുടെ പുഷ്പ കാർഷിക മേളയുടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടത് സൈഡും വലത് സൈഡും പാവയ്ക്ക, പിന്നെ പയർ, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഏകദേശമുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ
ദയവ് ചെയ്ത് നമ്മുടെ എന്താ ചോദിക്കുന്നത്? തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ലൈറ്റ് ആ ഒരു ഓവർ വെട്ടം കണക്കുണ്ട്. രാവിലെ പോകുമ്പോഴേക്കും നല്ല ക്ലിയറും നല്ല ഭംഗിയും ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കാണുന്ന തിരക്കാണ് കേട്ടോ. അതെ ഗെയ്സ്, അപ്പം നമ്മുടെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. വരാത്തവരൊക്കെ വന്ന് കാണണം. ഇതുപോലൊരു അവസരം ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ വരാത്തവരൊക്കെ താങ്ക് യു.